പ്രത്യാശയുടെ തീർത്ഥാടകർ നാം. സന്താൻ ഡിസൂസയെ ഒരിക്കൽ കണ്ടാൽ, പരിചയപ്പെട്ടാൽ പിന്നെ പെട്ടെന്നങ്ങ് മറക്കുകയില്ല. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ കേന്ദ്ര കാര്യാലയമായ CBCI സെൻറ്ററിൽ ദീർഘകാലം റിസപ്ഷനിസ്റ്റായിരുന്നു സന്താൻ. വെറും 2.5 അടി ഉയരമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ഒരു ജീവിതത്തിനപ്പുറം വലിപ്പമുള്ള പ്രാഭവം ആ മനുഷ്യനുണ്ടായിരുന്നു. 1986 ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഡൽഹിയിലെ CBCI സെൻറ്റർ സന്ദർശിച്ചപ്പോൾ പാപ്പയെ സ്വീകരിക്കാൻ ഒരു ചുവന്ന റോസാപ്പൂവുമായി സന്താൻ ഡിസൂസ മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. സന്താനെ കണ്ടപാടെ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പിതൃസഹജമായ വാത്സല്യത്തോടെ ഇരുകരങ്ങളിലുമെടുത്ത് ഉയർത്തി. അങ്ങനെ അവിസ്മരണീയമായ ഒരു ആനന്ദ മുഹൂർത്തമായി മാറി ആ ധന്യ നിമിഷങ്ങൾ. ജോൺ പോൾ രണ്ടാമൻ പാപ്പ 1999 ഡൽഹിയിൽ വീണ്ടും വന്നെത്തിയപ്പോൾ തീർത്ഥാടകനായ പാപ്പ തികച്ചും ക്ഷീണിതനായിരുന്നു. ചവിട്ടിപ്പടികൾക്ക് പകരം റാമ്പും, അതോടൊപ്പം തന്നെ നടക്കുമ്പോൾ ഒരു ഊന്നുവടിയും ആവശ്യമായിരുന്നു പാപ്പയ്ക്ക്. പക്ഷെ സന്താനെ കണ്ടപ്പോൾ ആ വാത്സല്യ കണ്ണുകളിലൊന്ന് മെല്ലെ ഇറുക്കി, ഇടത് കൈ ഉയർത്തി തൻ്റെ ആ പഴയ സുഹൃത്തിനെ സ്നേഹ അഭിവാദനം ചെയ്തു ജോൺ പോൾ പാപ്പ. ഈ പ്രാവശ്യം സന്താൻ ഡിസൂസയെ പഴയതുപോലെ ഇങ്ങനെ കൈകളിലെടുത്ത് ഉയർത്താനായില്ല. പക്ഷേ ഏഷ്യയിലെ സഭ എക്ലേസിയ ഇൻ ആസിയ എന്ന ഒരു അപ്പോസ്തലിക പ്രബോധനം അന്ന് ഒപ്പുവെച്ച് പ്രസാദനം ചെയ്യുക വഴി ഏഷ്യയിലെ ക്രൈസ്തവരെ മുഴുവൻ പ്രതീകാത്മകമായി ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഉയർത്തി ഉണർത്തി. അതിൽ എഴുതുന്നു, നിഴലും അന്ധകാരവും നിലനിൽക്കുന്ന മേഖലകളിലേക്കും ഇടങ്ങളിലേക്കും സുവിശേഷത്തിൻ്റെ വെളിച്ചം കടന്നു ചെല്ലണം. ഡൽഹി സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ വെച്ച് അങ്ങനെ 1999 നവംബർ മാസം 6-ാം തീയതി വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഒപ്പുവെച്ച ഏഷ്യയിലെ സഭ എക്ലേസിയ ഇൻ ആസിയ എന്ന ആ പ്രബോധനത്തിൻ്റെ 7-ാം ഖണ്ഡികയിൽ പാപ്പ പറയുന്നു, ഏഷ്യയിലെ സഭ ഒരു തീർത്ഥാടക സഭയാണ്. ഇവിടുത്തെ ജനതയുടെ ആധ്യാത്മികവും ഭൗതികവുമായ വെല്ലുവിളികളിലേക്ക് നവസുവിശേഷവൽക്കരണത്തിലൂടെ പ്രത്യാശ പകർന്നു കൊടുക്കാൻ സഭയ്ക്ക് ഇന്ന് സാധിക്കണം. ഇന്നിപ്പോൾ ഏഷ്യയിലെ സഭ എക്ലേസിയ ഇൻ ആസിയ പ്രസാദനം ചെയ്തിട്ട് 25 വർഷം പൂർത്തീകരിക്കുന്നു. ഈ അവസരത്തിൽ ജൂബിലി 2025 വന്നെത്തിയിരിക്കുന്നു. പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നാണ് ജൂബിലിയുടെ ആപ്തവാക്യം. മാത്രമല്ല, സിനഡാലിറ്റിയെ പറ്റിയുള്ള സിനഡ് സമാപിച്ചതിന് ശേഷം പുതിയൊരു പ്രത്യാശയുടെ കാലഘട്ടത്തിലാണ് സഭയിലാകമാനം. നവീകരണത്തിൻ്റെ കുളിർകാറ്റ് വീശിയ 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ 60-ാം വാർഷികത്തിലാണ് ഫ്രാൻസിസ് പാപ്പ സിനഡാലിറ്റിയെ പറ്റിയുള്ള സിനഡ് ചിന്തകൾക്ക് 2021 കത്തോലിക്ക സഭയിലാകമാനം തുടക്കം കുറിച്ചത്. 2024 ഒക്ടോബർ 26 അതിൻ്റെ സമഗ്രമായ സമാപന രേഖ ദൈവജനത്തിന് മുഴുവനായി ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പാപ്പ അത് അംഗീകരിച്ചത്. പുതിയ സഹസ്രാബ്ദത്തിൽ സഭയിൽ നിന്നും ക്രിസ്തു ആവശ്യപ്പെടുന്ന പ്രവർത്തന ശൈലിയാണ് സിനഡാത്മകത എന്നും പാപ്പ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നവീകരണത്തിൻ്റെ ഒരു പ്രത്യാശാ കാലയളവാണ് ഇത്. ആത്മീയ ആനന്ദം
നമ്മിൽ അലയടിക്കേണ്ട കാലം. നാം അനുരജ്ഞരായി കൂട്ടായ്മയിൽ കൈകോർത്ത് മുന്നോട്ട് പോകേണ്ട മുഹൂർത്തം. പ്രത്യാശയുടെ തീർത്ഥാടകരും മിഷണറിമാരുമായി സഭയിലും സമൂഹത്തിലും കർമ്മനിരതരാകേണ്ട കാലഘട്ടമാണ് ഇത്. പ്രതിസന്ധികളിൽ തളരാത്ത പ്രത്യാശ. ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളാൽ പ്രശ്നജടിലമാണ് ഈ കാലഘട്ടം. ദാരിദ്ര്യം, പട്ടിണി, പ്രകൃതി ദുരന്തങ്ങൾ, രാഷ്ട്രീയമായ അസന്തുലിതാവസ്ഥ, അഴിമതി, സാമൂഹിക ചേരിതിരിവുകൾ, മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ ഈ ചേരിതിരിഞ്ഞുള്ള കലാപങ്ങളും പ്രതിസന്ധികളും, അങ്ങനെ വിവിധങ്ങളായ അസ്വസ്ഥതകൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും. അങ്ങനെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് സഭാതനയർ പ്രത്യാശയുടെ തീർത്ഥാടകരായി കടന്നു ചെല്ലേണ്ടത്. സുവിശേഷത്തിൻ്റെ സന്തോഷം അതിന് സാക്ഷ്യം വഹിക്കേണ്ടത്. ഫ്രാൻസിസ് പാപ്പ സോദരർ സർവരും ഫ്രatelli tutti എന്ന ആ സാമൂഹിക ചാക്രിക ലേഖനത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: തുറന്നിട്ടിരിക്കുന്ന ഒരു ഭവനമാണ് സഭ എന്നാണ്. കാരണം സഭ അമ്മയാണ്. ഫ്രാൻസിസ് പാപ്പ പറയുന്നു, സഭ അമ്മയാണ്. അനുരഞ്ജനത്തിൻ്റെ വിത്ത് വിതയ്ക്കാനും മതിലുകൾ തകർത്ത് പാലം പണിയുവാനും കൂട്ടായ്മയുടെ അടയാളമായി പ്രത്യാശ നിലനിർത്താൻ നമ്മുടെ ആരാധനാലയങ്ങളിൽ നിന്നും സങ്കീർത്തികളിൽ നിന്നും പരിശുദ്ധ അമ്മയെ അനുകരിച്ച് ശുശ്രൂഷയ്ക്ക് ഇറങ്ങേണ്ട സഭയാകണം നാം എല്ലാവരും. ഫ്രatelli tutti 276 ഖണ്ഡികയിലാണ് അപ്രകാരം എഴുതിയിട്ടുള്ളത്. ഈ വർഷത്തെ മിഷൻ ഞായർ സന്ദേശത്തിലും ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കിയത്, ഉച്ചനീചത്വങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ സഭാമക്കൾ പ്രത്യാശയുടെ മിഷണറിമാർ, മിഷണറീസ് ഓഫ് ഹോപ്പ് എമംഗ് ദ പീപ്പിൾസ്, അപ്രകാരമായിത്തീരാനാണ് ആ സന്ദേശത്തിലും ആഹ്വാനം ചെയ്യുക. അങ്ങനെ പ്രതിസന്ധികളുടെ നടുവിലും പ്രത്യാശയുടെ പ്രവാചകന്മാരായി ധീരതയോടെ നിലകൊണ്ടവരുടെ ജീവിതം ഈ സാഹചര്യത്തിൽ നമുക്ക് പ്രചോദനമാണ്. റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ്, ആഹ്ലാദിച്ചുല്ലസിക്കുവിൻ എന്ന പ്രബോധനത്തിൽ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ ജോസഫൈൻ ബക്കിത്തയുടെയും കർദിനാൾ ഫ്രാൻസിസ് സേവിയർ വാൻതുവൻ്റെയും വളരെ ഹൃദയകാരിയായ ജീവിതാനുഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. ബെനഡിക്ട് 16 പാപ്പയും പേ സാൽവി, സേവ്ഡ് ബൈ ഹോപ്പ്, രക്ഷിക്കപ്പെടുന്ന പ്രത്യാശ എന്ന ആ ചാക്രിക ലേഖനത്തിലും ആഫ്രിക്കയിലെ ഈ അടിമ പെൺകുട്ടിയുടെയും വീരോചിതമായ നിലപാടുകളെടുത്ത 2 ഏഷ്യക്കാരുടെയും കഥകൾ വിവരിച്ചിരുന്നു. ബക്കിത്ത ജനിച്ചത് സുഡാനിലെ ഡാർഫ്യൂർ എന്ന ഗ്രാമത്തിൽ ഏകദേശം 1869 ആണ്ടിലാണ്. പട്ടിണിയിലും പ്രതിസന്ധികളിലും വളർന്നു വന്ന ആ നിഷ്കളങ്കയായ പെൺകുഞ്ഞിനെ 9-ാം വയസ്സിലാണ് ആരോ തട്ടിക്കൊണ്ടുപോയത്. പിന്നെ അവളെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. പലരും വാങ്ങി, വീണ്ടും വിറ്റു. അങ്ങനെ വിൽക്കുകയും വാങ്ങിക്കുകയും ചെയ്തുകൊണ്ടുള്ള അടിമ ജീവിതം അവൾ നയിക്കുമ്പോൾ പലരും അവളോട് പെരുമാറിയത് ഏറെ ക്രൂരത നിറഞ്ഞ സമീപനത്തോടു കൂടിയായിരുന്നു. ചാട്ടവാറ് അടികൾ കൊണ്ടുള്ള 144 മുറിവുപാടുകൾ അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ ക്രൂരതകളുടെ ആ നിരന്തരമായ ഒരു ഓർമ്മപ്പെടുത്തലെന്നോണം. അവസാനം ഈ ബക്കിത്ത എന്ന പെൺകുട്ടിയെ വാങ്ങിയത് ഒരു ഇറ്റാലിയൻ കച്ചവടക്കാരനായിരുന്നു. അയാൾ സുഡാനിൽ നിന്നും സ്വദേശത്തേക്ക് മടങ്ങുന്നതിന് മുൻപ് ഇവളെ വീണ്ടും അടിമച്ചന്തയിൽ വിൽക്കാൻ ഒരുങ്ങിയപ്പോൾ അവൾ അപേക്ഷിച്ചത് ഇതാണ്: ഇനിയും എന്നെ വിൽക്കരുത്, ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ നാട്ടിലേക്ക് വരാം, എന്തു ജോലി വേണമെങ്കിലും ഞാൻ ചെയ്തു കൊള്ളാം. അങ്ങനെ ആ ഇറ്റാലിയൻ
വ്യവസായിയുടെ മനസ്സലിഞ്ഞ് അവൾ ഇറ്റലിയിൽ ചെന്നു. അവിടെ വച്ച് അവളൊരു പുതിയ യജമാനനെ കണ്ടെത്തി. തൻ്റെ ജനനം മുതൽ തന്നെ അതിയായി സ്നേഹിക്കുകയും എല്ലാ സഹനങ്ങളുടെയും നടുവിലും തന്നെ സംരക്ഷിച്ച ഒരു യജമാനനെ. ആ അറിവ് അവൾക്ക് പുത്തനൊരു പ്രത്യാശ പകർന്നു നൽകി. ജീവിതത്തിന് ഉദാത്തമായ അർത്ഥം കൊണ്ടുവന്നു കൊടുത്തു. അങ്ങനെ അവൾ ആ യജമാനനിൽ സ്നാനപ്പെട്ടു. 1890 ജനുവരി 9 അവളുടെ ജ്ഞാനസ്നാനം. അന്നേ ദിവസം തന്നെ അവൾ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണവും സ്ഥൈര്യലേപനവും നടത്തി. തുടർന്ന് കനേഷ്യൻ സഭയിൽ ചേർന്ന് 1896 ഡിസംബർ മാസം 8 ആ സന്യാസിനി സഭയിൽ വ്രതവാഗ്ദാനം നടത്തി. പിന്നീടുള്ള അവളുടെ ജീവിതം ക്രിസ്തു നൽകിയ ഈ പ്രത്യാശയുടെ സന്ദേശം മറ്റുള്ളവർക്ക് പകരാനും എല്ലാ അടിമത്തത്തിൽ നിന്നും നമ്മെ വിമോചിപ്പിക്കുന്ന ആ ക്രിസ്തുവിനെ പ്രഘോഷിപ്പിക്കാനുമായിരുന്നു. ബെനഡിക്ട് 16 പാപ്പ വിശുദ്ധ ജോസഫൈൻ ബക്കീത്തയുടെ ജീവിതം വിവരിച്ചുകൊണ്ട് സഹനങ്ങൾക്കപ്പുറം ക്രിസ്തു ചൊരിയുന്ന ആ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പാതയിലൂടെ ചരിച്ചാൽ പ്രത്യാശ ജീവിതത്തിൽ നിറയ്ക്കാൻ സാധിക്കുമെന്ന് പാപ്പ വ്യക്തമാക്കുന്നു. പ്രചോദനാത്മകമായ മറ്റൊരു ജീവിതം വിയറ്റ്നാമിൽ നിന്നുള്ള കാർഡിനൽ ഫ്രാൻസിസ് സേവിയർ വാൻ തുവാൻ്റേതാണ്. ഒരു ക്രിസ്ത്യാനി എന്ന ഏക കാരണം കൊണ്ട് വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് 13 നീണ്ട വർഷങ്ങൾ അദ്ദേഹത്തെ തടവറയിൽ അടച്ചു. അതിൽ 9 വർഷക്കാലം ഏകാന്ത തടവിൽ, സോളിറ്ററി കൺഫൈൻമെൻറ്റ്. അവിടെ ജയിലിലായിരുന്നപ്പോൾ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ അദ്ദേഹം തീവ്രമായി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിനുള്ള സൗകര്യവും സാഹചര്യവും അനുവാദവുമില്ല. അദ്ദേഹം ഒരിക്കൽ ഒരു കുറിപ്പ് ബിഷപ്സ് ഹൗസിലെ വൈദികർക്ക് അയച്ചു. കലശലായ വയറുവേദന, അതുകൊണ്ട് മരുന്നായി അല്പം വീഞ്ഞ് കൊടുത്തയക്കണം. അച്ഛന്മാർക്ക് ഉടനെ തന്നെ കാര്യം കിട്ടി. അവർ ഒരു കൊച്ചു കുപ്പിയിൽ വീഞ്ഞൊഴിച്ച് അതിൻ്റെ അടിഭാഗത്ത് ഏതാനും ഓസ്തികൾ ടേപ്പ് കൊണ്ടൊട്ടിച്ച് അത് കവർ ചെയ്ത് ജയിൽ വാർഡൻ വഴി അവിടെ എത്തിച്ചു. ജയിൽ വാർഡൻ അത് കാര്യമായി പരിശോധിച്ചില്ല. അദ്ദേഹം നേരെ ഈ ബിഷപ്പിൻ്റെ അടുത്ത് കൊടുക്കുകയും ചെയ്തു. വലിയ സന്തോഷമായി. അവിടെ കുർബാനയ്ക്ക് ചൊല്ലാനുള്ള പുസ്തകമോ ബൈബിൾ വായനയ്ക്കുള്ള പുസ്തകമോ ഒന്നുമില്ലെങ്കിലും അദ്ദേഹം തൻ്റെ മനപാഠമായി പഠിച്ചിരുന്ന പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ട് ഓരോ ദിവസവും മണിക്കൂറുകൾ നീണ്ട വിശുദ്ധ ബലി അർപ്പിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം ദ റോഡ് ടു ഹോപ്പ്, എ ഗോസ്പൽ ഫ്രം ദ പ്രിസൺ, അതായത് പ്രത്യാശയിലേക്കുള്ള വഴി, ജയിലിൽ നിന്നുള്ള സുവിശേഷം എന്ന പുസ്തകത്തിൽ എഴുതിയത് ഇപ്രകാരമാണ്: ജയിലിൽ ബലിയർപ്പിക്കുവാൻ എൻ്റെ ഈ കൈവെള്ളയായിരുന്നു എൻ്റെ കാസയും പീലാസയും. ഈ കൈത്തലം തന്നെയായിരുന്നു എൻ്റെ അൾത്താര. ഈ കൈ തന്നെയായിരുന്നു എൻ്റെ കത്തീഡ്രൽ. പിന്നീട് ജയിൽ വിമോചിതനായതിനു ശേഷം ലോകം മുഴുവൻ ജനതയ്ക്ക് ആ ജീവിതം പ്രത്യാശ നൽകുന്ന ഒരു സന്ദേശമായി മാറി. ജയിലിലെ ഇരുളിലും ഏകാന്തതയിലും നഷ്ടപ്പെട്ടു പോകാത്ത പ്രത്യാശ. ഹൃദയസ്പർശിയായ പ്രത്യാശയുടെ മൂന്നാമത്തെ ജീവിത സാക്ഷ്യം വിയറ്റ്നാമിൽ നിന്ന് തന്നെയുള്ള രക്തസാക്ഷി പോൾ ലേ ബാവോ ടിന്നിൻ്റേതാണ്. ജയിലിൽ നിന്നുള്ള ഒരു കത്തിൽ അദ്ദേഹം എഴുതിയത് ഇപ്രകാരമാണ്: നിത്യനരകത്തിൻ്റെ പ്രതീകമാണ് ഈ തടവറ. എല്ലാത്തരം ക്രൂരതയുടെയും ഇരുമ്പു ചങ്ങലകളിലെ ബന്ധനത്തിൻ്റെയും തെറിവിളികളുടെയും ശാപവാക്കുകളുടെയും പകപോക്കലിൻ്റെയും പീഡനങ്ങളുടെയും അതിക്രമണങ്ങളുടെയും ഒക്കെ
അതോടൊപ്പം ഉത്കണ്ഠയുടെയും സങ്കടങ്ങളുടെയും ഇടമാണ് തടവറ. എന്നാൽ എരിയുന്ന തീച്ചൂളയിൽ നിന്നും 3 യുവാക്കളെ സംരക്ഷിച്ച ആ ദൈവം, ഡാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 16 മുതൽ 30 വരെയുള്ള ആ വാക്യങ്ങളിൽ വിവരിക്കുന്ന അതേ ദൈവം എന്നോടൊപ്പം സദാ ഉണ്ടായിരുന്നു. അവിടുന്ന് എന്നെ കരുത്തനാക്കി. സഹനങ്ങളുടെ മധ്യേ മറ്റു പലരും നിരാശയിൽ തകരുമ്പോഴും ദൈവത്തിൻ്റെ അകൃപ എന്നെ കരുത്തനാക്കി, എന്നിൽ ആനന്ദം പകർന്നു. ക്രിസ്തു എന്നോട് കൂടെ നിലകൊണ്ടു. കൊടുങ്കാറ്റിലും പ്രതികൂല സാഹചര്യങ്ങളിലും എൻ്റെ ജീവിതത്തിൻ്റെ നങ്കൂരം അവനിൽ ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ പ്രത്യാശ എന്നിൽ ഒരിക്കലും അസ്തമിച്ചിട്ടില്ല. പ്രതികൂലങ്ങളിൽ തകരാത്ത പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ നമുക്കാകുമോ? അതാണ് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം. സഭാസമൂഹങ്ങളിൽ നാം സജീവതയോടുകൂടെ ഫ്രാൻസിസ് പാപ്പ എഴുതിയ 2025 ജൂബിലിയുടെ സ്ഥാപന ഡിക്രിയുടെ പേര് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്നാണ്. റോമാർക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യമാണത്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പാപ്പ അതിൽ വിവരിക്കുന്നു, പ്രത്യാശിക്കുക എന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഭാവി എന്തായിരിക്കും എന്നതിലുള്ള അനിശ്ചിതത്വം ഹൃദയത്തിൽ കുടികൊള്ളുമ്പോഴും സംഭവിക്കാനിരിക്കുന്ന നല്ല കാര്യങ്ങൾക്കായുള്ള പ്രതീക്ഷയും ദാഹവുമായി പ്രത്യാശ എല്ലാവരിലും കുടികൊള്ളുന്നു. ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ചിലപ്പോൾ പരസ്പര വിരുദ്ധമായ വികാരങ്ങൾ നമ്മിൽ ഉണർത്താം. ഉറച്ച വിശ്വാസത്തിൽ നിന്നും ഭയത്തിലേക്കും, ശാന്തതയിൽ നിന്ന് ആകുലതയിലേക്കും, ഉറച്ച ബോധ്യത്തിൽ നിന്ന് സന്ദേഹങ്ങളിലേക്കും സംശയത്തിലേക്കും നയിക്കപ്പെടാം. നമ്പർ 1 ആണ് അത് ആ വിവരണം കൊടുക്കുക. അതോടൊപ്പം തന്നെ നാം കൂട്ടി വായിക്കേണ്ടതാണ് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയായി പരിണമിക്കും. ഫ്രാൻസിസ് പാപ്പ തുടർന്ന് എഴുതുന്നു, ഭാവിയെ പ്രത്യാശയോടുകൂടെ നോക്കുക, എന്നാൽ ജീവിതത്തിൽ ആവേശവും അത് പങ്കുവയ്ക്കുന്നതിൽ സന്നദ്ധതയും ഉണ്ടാകുക എന്നുകൂടെയാണ്. ആ പ്രബോധനത്തിൻ്റെ 9-ാം ഖണ്ഡികയിലാണത് വിവരിക്കുക. പ്രത്യാശയുടെ പ്രവാചകരാകാൻ സിനഡാലിറ്റിയെ പറ്റിയുള്ള സിനഡിൻ്റെ സമാപന നിർദ്ദേശങ്ങൾ നമുക്ക് സഹായകമാകും. അതുകൊണ്ട് അത് ഹ്രസ്വമായി വിവരിക്കാം. അടിസ്ഥാനമായി 3 വാക്കുകൾ: കൂട്ടായ്മ, കമ്മ്യൂണിയൻ; പങ്കാളിത്തം, പാർട്ടിസിപ്പേഷൻ; പ്രേഷിതത്വം, മിഷൻ എന്നീ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സുകളിൽ ഈ വിചിന്തനത്തിൻ്റെ അവസരത്തിൽ സൂക്ഷിക്കണം. 1. സിനഡാത്മകതയുള്ള സഭാസമൂഹങ്ങൾ. സഭാസമൂഹത്തിൽ കാനൻ നിയമം നിഷ്കർഷിക്കുന്ന പങ്കാളിത്തത്തിനായുള്ള സംവിധാനങ്ങൾ അത് രൂപതാതലത്തിലും ഇടവക തലത്തിലും സജീവമാക്കണം. ഉദാഹരണമായി അജപാലന സമിതികൾ, പാസ്റ്ററൽ കൗൺസിൽസ്; സാമ്പത്തിക സമിതികൾ, ഫൈനാൻസ് കൗൺസിൽ. അവയുടെ പൊതുയോഗങ്ങൾ വികാരിച്ചനെയും കൊച്ചച്ഛനെയും ഇങ്ങനെ പാരവെച്ച് പൊതിച്ചെടുക്കുവാനുള്ളതല്ല. പ്രത്യുത പരസ്പരം സഹകരിച്ച് കൂട്ടായ്മയിൽ പങ്കാളിത്തത്തോടെ സഭയുടെ പ്രേക്ഷിത ദൗത്യം ഫലദായകമാക്കാനുള്ളതാണ്. സിനഡിൻ്റെ സമാപന രേഖയുടെ 94-ാം ഖണ്ഡികയിലും 95, 99, 101 എന്നീ ഖണ്ഡികകളിലും ഇതിനെപ്പറ്റി വിവരിക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടുത്തരവാദിത്വം, സുതാര്യത, പ്രവർത്തനങ്ങളിലെ വിശ്വാസ്യത സഭാസമൂഹങ്ങളിൽ വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. 2. തുറവിയോടെയുള്ള പരസ്പര ശ്രവണം. പ്രത്യാശയുടെ പ്രവാചകന്മാരാകാൻ
നാം പരസ്പരം ശ്രവിക്കണം. ആരെയും നമുക്ക് അകറ്റി നിർത്താനാവില്ല എന്ന് സിനഡിൻ്റെ സമാപന രേഖ 63-ലും 78-ലും വിശദീകരിക്കുന്നുണ്ട്. ശ്രവിക്കുക എന്നത് പ്രത്യേകമായൊരു ശുശ്രൂഷ, ഒരു മിഷൻ, ഒരു മിനിസ്ട്രിയായി പരിഗണിക്കണം. അങ്ങനെ എല്ലാവരെയും കൂട്ടായ്മയിൽ ഒരുമിപ്പിക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന് സിനഡ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമതായി, യുവജനങ്ങളുടെ പങ്കാളിത്തം. സിനഡിൻ്റെ സമാപന രേഖ എടുത്തു പറയുന്നത് യുവജനങ്ങൾ സഭയുടെ ഭാവിയാണെന്ന് മാത്രമല്ല, അവർ ഇന്ന് സഭയിലും സമൂഹത്തിലും യൗവന പ്രസരിപ്പോടുകൂടെ ഉണ്ടാകണം എന്നുകൂടെയാണ്. മുതിർന്നവർ അവരെ ശ്രദ്ധിക്കണം. അവരുടെ സ്വരവും സ്വപ്നങ്ങളും ഉത്കണ്ഠകളും ശ്രദ്ധിക്കണം. അവരെ അകറ്റി നിർത്തിയാൽ സഭ പൂർണ്ണമാവില്ല. സാഹോദര്യത്തിലും നീതിയിലും സഭ പടുത്തുയർത്താൻ എല്ലാവരും വേണമെന്ന് ഈ സിനഡിൻ്റെ സമാപന രേഖ 68-ാം ഖണ്ഡികയിൽ പ്രത്യേകമായി നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. 4, ഡിജിറ്റൽ മാധ്യമങ്ങളിലെ സഭാ സാന്നിധ്യം. 6ാമത്തെ ഭൂഖണ്ഡമാണ് ഡിജിറ്റൽ മാധ്യമ മേഖല. പ്രത്യാശയുടെ പ്രവാചകർ അവിടെ സജീവതയോടുകൂടെ സാന്നിധ്യം ഉറപ്പുവരുത്തണം. സുവിശേഷത്തിൻ്റെ ധാർമ്മികത ഈ നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലും ഡിജിറ്റൽ മാധ്യമങ്ങളിലും കർമ്മധീരതയോടുകൂടെ ഉണ്ടാകേണ്ടത് ഇന്നത്തെ പ്രേക്ഷിത ദൗത്യമാണ്. ഇത് സിനഡിൻ്റെ സമാപന രേഖയുടെ 43-ാം ഖണ്ഡികയിൽ നമുക്ക് കണ്ടെത്താനാകും. 5, പാവങ്ങളോടും പിന്നോക്കാവസ്ഥയിലുള്ളവരോടുമുള്ള നമ്മുടെ കരുതൽ. സഭ എല്ലാവരുടെയും ഭവനമാണ്. പാവങ്ങളും പരിത്യക്തരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെല്ലാം ഈ ഭവനത്തിലെ, ഈ വീട്ടിലെ അംഗങ്ങളാകണം. അത് അപ്രകാരം ആയിത്തീർക്കാൻ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമുണ്ടാകണം. ഒരു കൂട്ടുത്തരവാദിത്വമാണതെന്ന് സിനഡിൻ്റെ സമാപന രേഖയുടെ 34-ാം ഖണ്ഡികയിൽ വ്യക്തമാക്കുന്നു. 6, പരിസ്ഥിതി സംരക്ഷണം. മനോഹരമായ ഈ സൃഷ്ടപ്രപഞ്ചവും ഹരിതാഭമായ ചുറ്റുപാടും സുന്ദരമായി നിലനിർത്തുന്നതിനുള്ള ശ്രദ്ധ നമ്മിലുണ്ടാകണം. അതെപ്പോഴും ഉണ്ടാകണമെന്ന് സിനഡിൻ്റെ സമാപന രേഖയുടെ 48, 145, 151 എന്നീ ഖണ്ഡികയിൽ വ്യക്തമാക്കുന്നുണ്ട്. 7ാമതായി, ഇതര മതവിഭാഗങ്ങളോടും സഭാ സമൂഹങ്ങളോടും ഉള്ള ആ സംവാദം, ബന്ധം. വ്യത്യസ്ത മതങ്ങളും മറ്റു ക്രൈസ്തവ സമൂഹങ്ങളോടുമെല്ലാം വ്യക്തിഗത സഭാ സമൂഹങ്ങളോടും ഒക്കെ അടുപ്പവും ആദരവും നാം എന്നും കാത്തുസൂക്ഷിക്കേണ്ടതും ഈ കാലഘട്ടത്തിൽ കൂടുതൽ ആവശ്യമായിരിക്കുന്നുവെന്ന് സിനഡിൻ്റെ സമാപന രേഖയിലെ 40, 125, 146 എന്നീ ഖണ്ഡികയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ സപ്തതലങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് പ്രിയമുള്ളവരെ, നമുക്ക് കർമ്മധീരരായി നമ്മുടെ ഈ തീർത്ഥാടനം തുടരാം. അങ്ങനെ പ്രത്യാശയുടെ പ്രേക്ഷിതരായി മാറാം. ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എപ്പോൾ? ഇഫ് നോട്ട് നൗ, then when?